സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പവും സെമറ്റിക് മതങ്ങളായ ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും ഈശ്വര സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ സനാതനധർമ്മത്തിൽ ഈശ്വര തത്വവും ദേവതാ സങ്കല്പവും നമുക്ക് ഒരുപോലെയുണ്ട്. ഈശ്വര തത്വത്തെക്കുറിച്ചും ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും ഒരേ സമയം ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ചു. ഏകനും അദ്വിതീയനുമാണ് ഈശ്വരൻ എന്ന് പറയുന്ന അതേ സമയത്ത് അനേക ദേവതകളുണ്ടെന്ന് നമുക്ക് ഋഷീശ്വരന്മാർ ഉപദേശിച്ചു തന്നു. ഇതിന്റെ വിശദാംശത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. മുമ്പ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വളരെ വിശദമായി ചിന്തിച്ച വിഷയമാണത്. എങ്കിലും സൂചിപ്പിക്കാതെ വയ്യ. ഒരേ ഈശ്വരനെ തന്നെ വ്യത്യസ്ത ദേവതകളിലൂടെ നമുക്ക് ഉപാസിക്കാം. വ്യത്യസ്ത ദേവതകൾ എന്നുള്ളത് വ്യാവഹാരികമായ തലത്തിലാണ്, അതായത് പ്രപഞ്ചത്തിന്റെ തലത്തിലാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ പല പല വ്യവഹാരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നു. അങ്ങനെയുള്ള അനേക വ്യവഹാരങ്ങളുടെ തലത്തിൽ അവയെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങളെ നാം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് പല ദേവതാ തത്വങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് സർവപ്രപഞ്ചത്തിനും അധിഷ്ഠാന കാരണമായി ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല തന്നെ എന്ന് മാത്രമല്ല, മൃത്യോസ മൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി, ഇവിടെ പലതുണ്ടെന്ന് കണക്കാക്കുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും. അത്ര ഏകമാണ്, അദ്വിതീയമാണ് സത്യം. ഈശ്വരൻ ഏകമാണെന്ന് മാത്രം പറഞ്ഞിട്ടും ഋഷീശ്വരന്മാർക്ക് തൃപ്തി വരാണ്ടാണ് അദ്വിതീയം എന്നുള്ള ശബ്ദം കൂടി പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഈശ്വര തത്വം. അതേ സമയത്ത് നമ്മൾ സെമിറ്റിക് മതങ്ങളിലെ ദേവതാ സങ്കല്പങ്ങളെ നോക്കുന്ന സമയത്ത് അവിടെ ദേവതയ്ക്ക് വിപരീതമായ ഒരു ശക്തി പറയപ്പെടുന്നുണ്ട്. ദേവതയ്ക്ക് വിപരീതമായൊരു ശക്തി. ആ ദേവതയ്ക്ക് വിപരീതമായ ശക്തിയെ ദേവതയുടെ തുല്യ പ്രാധാന്യത്തിൽ മറുവശത്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേവതാനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വിപരീത ശക്തിയുടെ ബാധ ഉണ്ടാവരുതെന്നും പ്രാർത്ഥിക്കുന്നത്. ഇതേത് പ്രാർത്ഥനകളിലും നമുക്ക് കാണാം. ദേവതയ്ക്ക് നേർ വിപരീതമായ ശക്തിയെ സെമിറ്റിക് മതങ്ങൾ പറയുന്നു. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ സാത്താനെന്നോ ചേത്താനെന്നോ എന്തോ പറയട്ടെ, പക്ഷെ ഒരു ശക്തിയെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേവതയെ പൂജിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ ഈ ശക്തിയെ കല്ലെറിയുകയും ചെയ്യുന്നു. അവിടെ രണ്ടുണ്ട്. അപ്പോൾ തന്നെ അത് ദേവത എന്നുള്ള തലം വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈശ്വരൻ എന്ന തലത്തിലേക്ക് അത് വിപുലമായി വികസിച്ചിട്ടില്ല. വിപുലമായി വികസിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ചില സൂചനകൾ, ഈശ്വര സംബന്ധിയായ സൂചനകൾ സെമിറ്റിക് മതഗ്രന്ഥങ്ങളിലുമുണ്ട്. അതിന് ദൃഷ്ടാന്തമാണ് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട സർവവ്യാപി എന്ന് അർത്ഥം വരും എന്ന് പറയപ്പെടുന്ന ഖുർആൻ പദം. പറയപ്പെടുന്ന എന്ന് പറയുന്നത് നമുക്ക് അറബി അറിയാത്തതുകൊണ്ടും അപ്രകാരം തർജ്ജമകളിൽ കാണുന്നത് കൊണ്ടുമാണ്. എന്നാൽ അതിന്റെ അർത്ഥം അതല്ലെന്നും സർവശക്തനെന്നേ അർത്ഥം എടുക്കണ്ടു എന്നും വേറെ വിഭാഗങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഈശ്വര സംബന്ധിയായ തത്വം വെളിവാക്കുന്ന വാക്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വന്നതായി നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ മനസ്സിലാക്കും. നമ്മിൽ നിന്ന് അന്യനായി ലോകത്തിന്റെ സ്രഷ്ടാവായി വിഭിന്നമായ സ്വർഗത്തിൽ താമസിക്കുന്ന ഈശ്വരനെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന് അല്പം കൂടി ഉയർന്ന് ഞാനും പിതാവും ഒന്ന് തന്നെ എന്നുള്ളതായ ആ ഏകത്വ ദർശനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞതിന്റെ താല്പര്യം, ഇതര മതഗ്രന്ഥങ്ങളിൽ വികസിതമായ ആശയം ദേവത എന്നുള്ള തലം വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ.
എന്നാൽ ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള സൂചനകൾ അവിടെ ലഭിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വികസിപ്പിക്കുന്ന പക്ഷം വേദാന്ത ശാസ്ത്രത്തിൽ പറയപ്പെടുന്ന ഈശ്വര തത്വം തന്നെ എന്ന് നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ കഴിയും. പക്ഷേ അത് അംഗീകരിക്കാൻ ഒരിക്കലും സെമിറ്റിക് മതങ്ങൾ തയ്യാറാവില്ല. കാരണം സൃഷ്ടിയിൽ നിന്ന് ഭിന്നനായി സൃഷ്ടികർത്താവ്, അവൻ ലോകബാഹ്യനായി ഇരിക്കുന്നു, അവൻ ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നു, അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ഭേദം വ്യാവഹാരികമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അവരത് അംഗീകരിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഇനി ഈ ഭേദത്തിനുപരി അഭേദത്തെക്കുറിച്ച് സൂചന ക്രിസ്തു നൽകിയത് കൊണ്ടല്ലേ അദ്ദേഹത്തെ കൊന്നത്? ചിന്തിച്ചു നോക്കൂ. അല്ലാണ്ട് അദ്ദേഹത്തിന് എന്തിനാ കൊല്ലണത്? ഇങ്ങനെയുള്ള ഉപദേശം അദ്ദേഹം ശിഷ്യന്മാരിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്തുവെ കുരിശിലേറ്റുന്നത്. ഇതാണ് സെമിറ്റിക് മതങ്ങളുടെ ഭാവം. അതുകൊണ്ട് അവിടെ ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളില്ല. ഭാരതീയ ശാസ്ത്രങ്ങളിലെ ദേവതാ തത്വം, ദേവതാ സങ്കല്പം എന്ന തലം വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇതിനൊരു ദൃഷ്ടാന്തം കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഇതൊന്നും കൂടി വിശദമായിട്ട്. മുഹമ്മദ് നബിയുടെ ഉപദേശത്തിൽ ആരാധന ഒന്നിന് മാത്രം, ഒരുവന് മാത്രം എന്ന് പറയുന്ന സമയത്ത് അവിടെ വിഭിന്ന ഗോത്രങ്ങളിൽ പല പല ഗോത്രങ്ങളുടെ ദേവതകളായി നിലനിന്നിരുന്ന സങ്കേതങ്ങളെ മുഴുവൻ തച്ചു തകർത്ത് അതിനെയൊന്നും ആരാധിക്കരുതെന്ന് വിലക്കി ഖുറൈശി വംശത്തിന്റെ ആ ഗോത്രത്തിന്റെ ആരാധനോപാധിയായിരുന്ന സങ്കേതത്തെ നിലനിർത്തുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പല ദേവതകളിൽ ഒരു ദേവതയെ ഉപാസിക്കുന്ന ഒരു ഉപദേശമാണ് അവിടെ നൽകപ്പെട്ടത്. ഇത് സനാതനധർമ്മത്തിലെ വൈഷ്ണവ, ശൈവ, ശാക്തേയ, സൗര, സ്കാന്താദി മതം പോലെ ഒരു മതമായിട്ട് നമുക്ക് ഗണിക്കാം. കാരണം ശൈവന്മാര് പറയും ശിവനാണ് ഏറ്റവും പരമമായ ദൈവം, വൈഷ്ണവന്മാര് പറയും വിഷ്ണുവാണ് ഏറ്റവും പരമമായ ദൈവം, ഗാണപത്യര് പറയും ഗണപതിയാണ് ഏറ്റവും പരമമായ ദൈവം, സൗരര് സൂര്യൻ എന്ന് പറയും, ശാക്തയര് ശക്തി എന്ന് പറയും, സ്കാന്ദര് സ്കന്ദരെന്ന് പറയും. ഇതുപോലെ അനേക ദേവതകളിൽ ഒന്നിനെ പരമമായി എടുത്ത് ഇതാണ് പരമമായ ദൈവം, നമസ്കാരം അവന് മാത്രം, ഉപാസന അവന് മാത്രം എന്ന് പറയുമ്പോൾ ദേവതാ തത്വം എന്നുള്ള അല്ലെങ്കിൽ ദേവതാ സങ്കല്പം എന്നുള്ള തലത്തിലാണ് അവിടെ നമുക്ക് ഈശ്വര തത്വം കാണാൻ കഴിയുന്നത്. ഇതാണ് വ്യക്തമായ അഭിപ്രായം. ഇതിൽ നിന്ന് ഉപരിയായി ദേവതയ്ക്കും ദൈത്യതത്വത്തിനും എല്ലാം ഉപരിയായുള്ള ഏകവും അദ്വിതീയവുമായ ഈശ്വര തത്വത്തെയാണ് വേദാന്തം വിചാരം ചെയ്യുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു.